വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് എഞ്ചിനീയറിംഗ് ജിയോളജി. മോഡ്യൂൾ 3 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് മോഡ്യൂൾ 3 കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഒക്കറൻസ് പഠിച്ചു, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. നമുക്ക് ഓൾറെഡി അറിയാം നമ്മളിപ്പോൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ടിൻ്റെ താഴോട്ട് പോകുമ്പോൾ ഉള്ള വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഗ്രൗണ്ടിൻ്റെ താഴോട്ട് ആണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ താഴോട്ടുള്ള ലെയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗ്രൗണ്ട് വാട്ടറും ഒക്കറൻസും ഹൈഡ്രോളജിക്കൽ സൈക്കിളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വാട്ടർ ബിയറിംഗ് ക്വാളിറ്റി ഓഫ് റോക്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഓക്കെ, റോക്സിൻ്റെ വാട്ടർ ബിയറിംഗ് ക്വാളിറ്റി എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, വാട്ടർ ബിയറിംഗ് ക്വാളിറ്റി ഓഫ് റോക്സ്. നമുക്കറിയാം എല്ലാ റോക്സും വാട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വാട്ടർ അതുപോലെ തന്നെ ഒരേ സമയം ഹോൾഡ് ചെയ്യാനോ കേപ്പബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, ഓൾ റോക്സ് ആർ നോട്ട് കേപ്പബിൾ ഓഫ് ഹോൾഡിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ വാട്ടർ ബിയർ ചെയ്യുന്ന ഫോർമേഷൻസ് നമുക്ക് ഉണ്ട്. അങ്ങനെയുള്ള റോക്സിനെ നമ്മൾ എന്തൊക്കെയാണ് വിളിക്കുന്നത്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് നമ്മളതിനെ അക്വിഫെയർ, അതുപോലെ അക്വിക്ലൂഡ്, അക്വിഫ്യൂജ്, അക്വിറ്റാർഡ് എന്ന് വിളിക്കും. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദി വാട്ടർ ബിയറിംഗ് ഫോർമേഷൻ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചാണ് നാല് ഫോമായിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അക്വിഫെയർ ആണ്. ഓക്കെ, അക്വിഫെയർ, നമുക്ക് അക്വിഫെയർ എന്താണെന്ന് നോക്കാം. An aquifer is a water-bearing geological formation. Water-bearing geological formation-നെയാണ് അക്വിഫെയർ എന്ന് പറയുന്നത്. അക്വിഫെയർ എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ എന്താണ്? വാട്ടർ ടു ബിയർ, വാട്ടർ ബിയറിംഗ് അല്ലെങ്കിൽ വാട്ടർ ടു ബിയർ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, it is defined as a rock mass layer of formation which is saturated with groundwater. ഗ്രൗണ്ട് വാട്ടറിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള റോക്ക് മാസ് ലെയർ അല്ലെങ്കിൽ ഫോർമേഷനെയാണ് എന്തെന്ന് പറയുന്നത്? അക്വിഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ടർ ക്യാൻ ബി എക്കണോമിക്കലി ടാപ്ഡ് ഫോർ ആൻ അക്വിഫെയർ. അക്വിഫെയറിൽ നമുക്ക് എക്കണോമിക്കലി വാട്ടർ ടാപ്പ് ചെയ്യാൻ പറ്റും അക്വിഫെയറിൽ നിന്ന്. അതുപോലെ ആൻ അക്വിഫെയർ ആക്ട് ആസ് എ സ്ട്രോങ് റിസർവോയർ ആൻഡ് എ ട്രാൻസ്മിഷൻ കോൺഡ്യൂട്ട് അറ്റ് ദി സെയിം ടൈം. ഒരു റിസർവോയറുമാണ് അതുപോലെ സ്ട്രോങ് ട്രാൻസ്മിഷൻ കോൺഡ്യൂട്ടുമാണ് അക്വിഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്ട്രോങ് റിസർവോയർ ആണ്, അപ്പം വാട്ടർ ബിയർ ചെയ്യാനും പറ്റും, അതുപോലെ അതുപോലെ ട്രാൻസ്മിഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അക്വിഫെയർ എന്ന് പറഞ്ഞാൽ വാട്ടർ അതിൽ കൂടെ പാസ് ചെയ്യാനും പറ്റും, അതിൽ ക്യാരി ചെയ്യാനും പറ്റും, ഹോൾഡ് ചെയ്യാനും പറ്റും, അതേസമയം ട്രാൻസ്മിറ്റ് ചെയ്യാനും അക്വിഫെയറിന് പറ്റും. ഓക്കെ, ഗ്രേവൽ, limestone and sandstone generally form good aquifers when occurring in suitable geological condition and geographic situation. ഓക്കെ, സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ ഗ്രേവൽ, ലൈംസ്റ്റോൺ, അതുപോലെ സാൻഡ്സ്റ്റോൺ ഒക്കെ ഗുഡ് അക്വിഫെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോറേജും ട്രാൻസ്മിഷനും ഇത് മറക്കാതെ ഓർത്ത് വെക്കേണ്ട രണ്ട് ടേംസാണ്. അക്വിഫെയറുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ടേംസാണ് എന്തെന്ന് പറയുന്ന സ്റ്റോറേജും ട്രാൻസ്മിഷനും. ഓക്കെ, അത് മറന്നു പോകരുത്. Quality of an aquifer depend on quantity of water a rock formation can hold per unit volume and rate of yielding of water. അപ്പോൾ ക്വാളിറ്റി ഓഫ് ആൻ അക്വിഫർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എ റോക്ക് ഫോർമേഷൻ ക്യാൻ ഹോൾഡ് പെർ യൂണിറ്റ് വോളിയം. പെർ യൂണിറ്റ് വോളിയത്തിൽ ആ റോക്ക് ഫോർമേഷന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയും റേറ്റ് ഓഫ് yielding ഓഫ് വാട്ടർ, ഇതിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ക്വാളിറ്റി ഓഫ് അക്വിഫർ ഇരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ അക്വിക്ലൂഡ്. It is a rock body of formation which may be porous enough to hold enough quantity of water. Which may be porous enough. ഓക്കെ, അപ്പോൾ ഇട്ടാ മറക്കരുത്. അക്വിക്ലൂഡ് എന്ന് വെച്ചാൽ റോക്ക് ബോഡി അല്ലെങ്കിൽ ഒരു ഫോർമേഷനാണ്. അത് വാട്ടർ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, അത്ര ആ രീതിയിൽ പോറസ് ആണ്. ഓക്കെ,
ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമേഷനെയാണ് നമ്മൾ അക്യുക്ലൂഡ് എന്ന് പറയുന്നത്. So at the same time it is not capable of transmitting water. ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പ്രാക്ടിക്കലി ഇംപെർമിയബിൾ റോക്ക് മാസ്. ഓക്കെ, ഇംപെർമിയബിൾ ആണ്, പക്ഷേ ഇംപെർമിയബിൾ റോക്ക് മാസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്താ, ഹോൾഡ് ചെയ്യാൻ പറ്റും. കോമ്പാക്റ്റഡ് ക്ലേ ഫോർമേഷൻസ് ആർ ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് അക്യുക്ലൂഡ്. അക്യുക്ലൂഡിൻ്റെ എക്സാമ്പിൾ എന്താണ്? ക്ലേ ആണ് അക്യുക്ലൂഡിന് എക്സാമ്പിൾ. അപ്പോൾ ക്ലേയിൽ എന്താണ്? ക്ലേയിൽ വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ക്ലേയിൽ കൂടെ വാട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാ എക്സാമ്പിൾസ് നോക്കി വച്ചേക്കണം. എക്സാമ്പിൾസ് നോക്കണം, പെർമിയബിൾ ആണോ സെമി പെർമിയബിൾ ആണോ അതും നോക്കി വച്ചേക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അക്യുഫ്യൂജ്. ഓക്കെ, അക്യുഫ്യൂജ് ഈസ് ആൻ അബ്സല്യൂട്ട്ലി ഇംപെർമിയബിൾ റോക്ക് ഫോർമേഷൻ വിച്ച് നൈദർ കണ്ടെയ്ൻ നോ ട്രാൻസ്മിറ്റ്. അപ്പോൾ എന്താ, കണ്ടെയ്ൻ ചെയ്യത്തുമില്ല, അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യത്തും ഇല്ല. ഓക്കെ, വാട്ടർ ഹോൾഡ് ചെയ്യേയില്ല, അതേസമയം ട്രാൻസ്മിറ്റ് ചെയ്യാനും അക്യുഫ്യൂജിന് പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി പോർസ് ഓർ ഇൻ്റർസെക്ഷൻസ്. അതായത് പോർസും അതൊന്നും അക്യുഫ്യൂജിന് കാണില്ല, അതുകൊണ്ട് തന്നെ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത്. കോമ്പാക്ട് ഇൻ്റർലോക്കിംഗ് ഗ്രാനൈറ്റ്സ് ആൻഡ് ക്വാർട്സൈറ്റ് ആർ എക്സാമ്പിൾ ഓഫ് അക്യുഫ്യൂജ്. അക്യുഫ്യൂജിൻ്റെ എക്സാമ്പിൾ എന്താണ്? കോമ്പാക്ട് ഇൻ്റർലോക്കിംഗ് ഗ്രാനൈറ്റ്സും അതുപോലെ ക്വാർട്സൈറ്റുമാണ് അക്യുഫ്യൂജിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ടൈപ്പാണ് അക്യുറ്റാഡ് എന്ന് പറയും. ഓക്കെ, നാലാമത്തെ ടൈപ്പ് എന്താണ്? അക്യുറ്റാഡ് എന്ന് പറയും. An acutard transmits water at a low rate compared to aquifer. അക്യുറ്റാഡിന് വാട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അക്യുഫെയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റേറ്റ് കുറവാണ്, എങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യാൻ അക്യുറ്റാഡിന് പറ്റുന്നുണ്ട്. It is an aquifuge or acuclude that has become locally leaky due to development of partial perviousness caused by excessive joints or crack. ഓക്കെ, അപ്പോൾ അക്യുഫ്യൂജ് അല്ലെങ്കിൽ അക്യുക്ലൂഡ്സ് ആണ് ലോക്കലി ലീക്കി ആയിരിക്കുന്നത്. എന്തുകൊണ്ട്? ഡ്യൂ ടു ഡെവലപ്മെൻറ്റ് ഓഫ് പാർഷ്യൽ പെർവിയസ്നെസ് കോസ്, അതായത് എക്സസീവ് ജോയിൻറ്റ്സ് അല്ലെങ്കിൽ ക്രാക്സ് കൊണ്ടുണ്ടാകുന്ന പെർവിയസ്നെസ് കാരണം ലീക്കി ആവുന്നത് അക്യുറ്റാഡാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് അക്യുഫെയർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് അക്യുഫെയർസ്. Aquifer is capable of yielding the contained water at economical cost when tapped. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കതിനെ എക്കണോമിക്കൽ കോസ്റ്റിൽ നമുക്ക് വാട്ടറിനെ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ കണ്ടീഷൻ അണ്ടർ വിച്ച് വാട്ടർ ക്യാൻ എക്സിസ്റ്റ് ഇൻ ദ അക്യുഫെയർ, ദീസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2. ഓക്കെ, അക്യുഫെയറിൽ വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ കണ്ടീഷൻസിൻ്റെ ബേസിസിൽ അതിനെ നമ്മൾ രണ്ടായിട്ട് അക്യുഫെയറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺകൺഫൈൻഡ് അക്യുഫെയറും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൺഫൈൻഡ് അക്യുഫെയറും. ഓക്കെ, ഇവിടെ 3 ടൈപ്സ് ഓഫ് അക്യുഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ പേർച്ച്ഡ് അക്യുഫെയർ എന്ന് പറയുന്ന ഒരു ടൈപ്പും കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അൺകൺഫൈൻഡ് അക്യുഫെയർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇതാണ് മെയിൻ വാട്ടർ. ഈ ഡോട്ടഡായിട്ട് കാണിച്ചിരിക്കുന്നതിന് എന്താ പറയുന്നത്? മെയിൻ വാട്ടർ ടേബിളാണ്. അപ്പോൾ മെയിൻ വാട്ടർ ടേബിളിൻ്റെ തൊട്ട് താഴെ വരുന്ന പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺകൺഫൈൻഡ് അക്യുഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അതിന് ജസ്റ്റ് താഴെ ഒരു കൺഫൈനിങ് ലെയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കൺഫൈൻഡ് അക്യുഫെയർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെയറായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? അൺകൺഫൈൻഡ് അക്യുഫെയർ, അത് കഴിഞ്ഞൊരു കൺഫൈൻഡ് ലെയർ, അത് കഴിഞ്ഞ് ഒരു കൺഫൈൻഡ് അക്യുഫെയർ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ വാട്ടർ ടേബിൾ. ഓക്കെ, അങ്ങനെ വേണം എഴുതാൻ. അതുപോലെ തന്നെ പേർച്ച്ഡ് അക്യുഫെയർ വാട്ടർ ടേബിളിൻ്റെ മുകൾ ഭാഗത്തായിട്ട്, അതായത് മുകളിലാണ് പേർച്ച്ഡ് അക്യുഫെയർ വരുന്നത്. പേർച്ച്ഡ് അക്യുഫെയർ കഴിഞ്ഞിട്ടാണ് വാട്ടർ ടേബിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അൺകൺഫൈൻഡ് അക്യുഫെയർ എന്ന് വെച്ചാൽ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ്
ഓൾസോ കോൾഡ് വാട്ടർ ടേബിൾ അക്വിഫയർ. ഓക്കെ, നമ്മൾ വാട്ടർ ടേബിൾ എവിടെ വരുന്നു എന്നത് അൺകൺഫൈൻഡ് അക്വിഫയറിൻ്റെ മുകളിലോട്ടാണ് വാട്ടർ ടേബിൾ വരുന്നത് നമ്മൾ ഫിഗറിൽ കണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്തെന്ന് പറയും? വാട്ടർ ടേബിൾ അക്വിഫയറിന് കൂടെയാണ് അൺകൺഫൈൻഡ് അക്വിഫയറിനെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ കോമൺ ടൈപ്പ് ഫൗണ്ട്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഫൗണ്ട്, അതായത് മോസ്റ്റ് കോമൺ അക്വിഫയർ എന്ന് പറയുന്നത് അൺകൺഫൈൻഡ് അക്വിഫയർ ആണ്. ഓക്കെ, വാട്ടർ ഒക്കറിങ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് അക്വിഫയർ ഈസ് കോൾഡ് ഫ്രീ ഗ്രൗണ്ട് വാട്ടർ. ഈ അൺകൺഫൈൻഡ് അക്വിഫയറിൽ ഒക്കർ ചെയ്യുന്ന വാട്ടറിനെ നമ്മൾ എന്തെന്നും കൂടെ പറയും? ഫ്രീ ഗ്രൗണ്ട് വാട്ടർ എന്നും കൂടെയാണ് പറയുന്നത്. So, when tapped through a well, the free water will rise to a level in the well equivalent to the water table of the area. അപ്പോൾ നമ്മൾ ഇതിനെ വെല്ലിലൂടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രീ വാട്ടർ വിൽ റൈസ് ടു ദ ലെവൽ ഇൻ ദി വെൽ ഇക്വലൻറ്റ്. അതായത് നമ്മുടെ ഫ്രീ വാട്ടർ, നേരത്തെ പറഞ്ഞ ഫ്രീ വാട്ടർ വെല്ലിൻ്റെ സെയിം ലെവലിൽ റൈസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ആ സ്ഥലത്തുള്ള സെയിം വാട്ടർ ടേബിളിൻ്റെ ആ ലെവൽ അനുസരിച്ച് അതായത് നമ്മുടെ ഈ ഫ്രീ വാട്ടറും നമ്മളിവിടെ ടാപ്പ് ചെയ്യുന്ന അൺകൺഫൈൻഡ് അക്വിഫയറിൽ ടാപ്പ് ചെയ്യുന്ന വെല്ലിൽ ഫ്രീ വാട്ടറും റൈസ് ചെയ്ത് സെയിം ലെവലിലാവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ ഡെപ്ത് ഓഫ് അപ്പർ സർഫസ് ഓഫ് സോൺ ഓഫ് സാച്ചുറേഷൻ ഇൻ ഫ്രീ ഗ്രൗണ്ട് വാട്ടർ ഈസ് കോൾഡ് വാട്ടർ ടേബിൾ. ഓക്കെ, അപ്പോൾ നമ്മളത് ഫിഗറിൽ കണ്ടായിരുന്നു. ഡെപ്ത് ഓഫ് അപ്പർ സർഫസ് ഓഫ് സോൺ ഓഫ് സാച്ചുറേഷൻ ഇൻ ഫ്രീ ഗ്രൗണ്ട് വാട്ടർ. ഫ്രീ ഗ്രൗണ്ട് വാട്ടറിൻ്റെ സോൺ ഓഫ് സാച്ചുറേഷൻ്റെ അപ്പർ സർഫസ് എന്താണ്? അതിന് എന്തെന്നാണ് പറയുന്നത്? വാട്ടർ ടേബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതേസമയം വാട്ടർ ടേബിളിൻ്റെ റേഞ്ച് എങ്ങനെയാണ്? 1 മീറ്റർ ടു 100 മീറ്റർ അല്ലെങ്കിൽ കൂടുതലായിരിക്കും. 1 മീറ്റർ മുതൽ 100 മീറ്ററോ അതിൽ കൂടുതലും ആയിരിക്കും വാട്ടർ ടേബിളിൻ്റെ ഡെപ്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വെല്ലിൻ്റെ കേസ് നേരത്തെ പറഞ്ഞത്. ഇവിടെ എന്തൊക്കെയുണ്ട്? സാച്ചുറേറ്റഡ് സോണും ഉണ്ട്, അതുപോലെ അൺസാച്ചുറേറ്റഡ് സോണും ഉണ്ട്. നമ്മൾ നേരത്തെ സോൺസ് പഠിച്ചപ്പോൾ അതിന് മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സാച്ചുറേറ്റഡ് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടറുള്ള സോണിനാണ് നമ്മൾ സാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് സോൺ എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ ഇല്ല അല്ലെങ്കിൽ വാട്ടർ വളരെ കുറവുള്ള സോണിനെയാണ് അൺസാച്ചുറേറ്റഡ് സോൺ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അൺസാച്ചുറേറ്റഡ് സോണിൻ്റെ താഴെയായിട്ടാണ് എന്ത് വരുന്നത്? വാട്ടർ ടേബിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാച്ചുറേറ്റഡ് സോണിൽ എന്താണ്? അൺകൺഫൈൻഡ് അല്ലെങ്കിൽ വാട്ടർ ടേബിൾ അക്വിഫയർ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? സാച്ചുറേറ്റഡ് സോണിലാണുള്ളത്. അപ്പോൾ നമ്മൾ അൺകൺഫൈൻഡ് അക്വിഫയറിൽ നിന്നാണ് വെല്ല് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എവിടെ വരും എന്നാണ്? വാട്ടർ ടേബിളിൻ്റെ സെയിം ലെവലിൽ അത് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഫിഗർ. ഓക്കെ, ഫിഗർ ഇതൊക്കെയാണ് പറയുന്നത്. നമുക്ക് പേർച്ച്ഡ് വാട്ടർ ടേബിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, പേർച്ച്ഡ് വാട്ടർ ടേബിൾ, it is the isolated water table in an aquifer held by a small extension of impervious rock. സ്മോൾ എക്സ്റ്റൻഷൻ ഓഫ് ഇംപെർവിയസ് റോക്ക് ഹെൽഡ് ചെയ്തിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് വാട്ടർ ടേബിളിനാണ് നമ്മൾ പേർച്ച്ഡ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഇൻ സച്ച് കേസ് മെയിൻ വാട്ടർ ടേബിൾ ഈസ് ലൊക്കേറ്റഡ് മച്ച് ബിലോ. അപ്പോൾ മെയിൻ വാട്ടർ ടേബിൾ അതിനേക്കാളും താഴെയായിട്ടായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സപ്ലൈസ് ഫ്രം ദീസ് ആർ ഓഫൺ അൺറിലയബിൾ. ഇതിൽ നിന്നുള്ള സപ്ലൈ എന്ന് പറയുന്നത് അൺറിലയബിൾ ആണ്. എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എപ്പോഴും കിട്ടണമെന്നും ഇല്ല. ഓക്കെ, ഇതാണ് ആ ഫിഗർ എന്ന് പറയുന്നത്. ഇതും പേർച്ച്ഡ് വാട്ടർ ബോഡിയാണ്, ഇതും അതുപോലെ പേർച്ച്ഡ് വാട്ടർ ബോഡിയാണ്. ഓക്കെ, ഇവിടെ ക്ലേ ഉണ്ട്, അതുപോലെ ഇവിടെ ഡ്രൈ ഹോൾസ് ഉണ്ട്, അതുപോലെ പേർച്ച്ഡ് വാട്ടർ ബോഡീസിൽ നിന്ന് എടുത്തിട്ടുള്ള ബോർ ചെയ്തിട്ടുള്ള വെല്ലാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ബോർ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? കൺഫൈൻഡ് അക്വിഫയർ. അപ്പോൾ അൺകൺഫൈൻഡ് അക്വിഫയർ എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ കൺഫൈൻഡ് അക്വിഫയർ എന്ന് പറയുന്നത് an aquifer that is confined from above and below by an aquiclude or an impervious bedrock is known as confined aquifer. confined aquifer എന്ന് വെച്ചാൽ ഒരു സാൻഡ്വിച്ച് ലെയർ എന്ന് പറയാം. അതായത് an aquifer that is confined from above and below by an aquiclude. ഒരു aquiclude കൊണ്ടോ അല്ലെങ്കിൽ ഒരു impervious bedrock കൊണ്ടോ മുകളിലും താഴെയും അതിനെ കൺഫൈൻ ചെയ്ത് വച്ചിരിക്കുന്നു. ഓക്കെ,
അങ്ങനത്തെ ഒരു സംഭവത്തിനെയാണ് നമ്മൾ കൺഫൈൻഡ് അക്വിഫയർ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലും താഴെ എന്തുണ്ടായിരിക്കും? അക്വിഫ്ലൂയിഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇംപെർവിയസ് ബെഡ് റോക്ക് ഉണ്ടായിരിക്കും. സോ വാട്ടർ ഹെൽഡ് ഇൻ സച്ച് അക്വിഫയർ ഈസ് നോട്ട് അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അങ്ങനെയുള്ള അക്വിഫയർ എന്താ വാട്ടർ ഹെൽഡ് അൺകൺഫൈൻഡ് അക്വിഫയറുള്ള വാട്ടർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ബട്ട് അണ്ടർ എ ഗ്രേറ്റ് പ്രഷർ ഡ്യൂ ടു ദി കൺഫൈനിങ് മീഡിയം. ഈ കൺഫൈനിങ് മീഡിയത്തിൻ്റെ പ്രഷർ അതിന് അനുഭവപ്പെടും, പക്ഷേ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെത് അനുഭവപ്പെടില്ല. ഓക്കെ, അപ്പോൾ അതേസമയം അൺകൺഫൈൻഡ് അക്വിഫയറിലാണെങ്കിലോ അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ലെയറുമായിട്ട്, അതായത് മുകളിലത്തെ ഗ്രൗണ്ട് സർഫസുമായിട്ട് കുറച്ച് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറൊക്കെ അവിടെ പ്രഷർ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, സോ ദി അപ്പർ സർഫസ് ഓഫ് വാട്ടർ ഇൻ എ കൺഫൈൻഡ് അക്വിഫയർ ഈസ് കോൾഡ് പീസോമെട്രിക് സർഫസ്. ഈ കൺഫൈൻഡ് അക്വിഫയറിൻ്റെ മുകളിലത്തെ സർഫസിനെ എന്തെന്ന് പറയും? പീസോമെട്രിക് സർഫസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ഗ്രൗണ്ട് വാട്ടർ പീസോമെട്രിക് സർഫസ് ഈസ് ആൻ ഇമാജിനറി സർഫസ് that defines the level to which water in a confined aquifer would rise where it completely pierced with wells. അപ്പം ഗ്രൗണ്ട് വാട്ടറിൽ എന്താണ് പീസോമെട്രിക് സർഫസ് എന്ന് വെച്ചാൽ ഇമാജിനറി സർഫസ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള സർഫസ് ഉള്ളത്? ദാറ്റ് ഡിഫൈൻസ് ദി ലെവൽ ടു വിച്ച് വാട്ടർ ഇൻ കൺഫൈൻഡ് അക്വിഫയർ വുഡ് റൈസ്. കൺഫൈൻഡ് അക്വിഫയറിലുള്ള വാട്ടർ റൈസ് ചെയ്യുന്ന ലെവൽ, അല്ലെങ്കിൽ അതിന് ഇത്ര ലെവൽ വരെ അതിനെ റൈസ് ചെയ്യാവും. ഓക്കെ, ആ ലെയറിനെയാണ് അല്ലെങ്കിൽ ആ ലെവൽ അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ പറയുന്നതാണ് പീസോമെട്രിക് സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ആർട്ടീഷ്യൻ അക്വിഫയർ എന്ന് വെച്ചാൽ എന്താണ്? ആർട്ടീഷ്യൻ അക്വിഫയർ. An artesian aquifer is a confined aquifer in which piezometric surface is always above the ground level at many places when projected in elevation. അതായത് ആർട്ടീഷ്യൻ അക്വിഫയർ എന്ന് പറഞ്ഞ ഒരു കൺഫൈൻഡ് അക്വിഫയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കൺഫൈൻഡ് അക്വിഫയറിൻ്റെ മുകളിലത്തെ ലെയർ എന്താണ്? പീസോമെട്രിക് സർഫസ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ ആർട്ടീഷ്യൻ അക്വിഫയർ എന്ന് വെച്ചാൽ ഒരു കൺഫൈൻഡ് അക്വിഫയർ ആണ് ഇൻ വിച്ച് പീസോമെട്രിക് സർഫസ് എപ്പോഴും എവിടെയാണ്? ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ആർട്ടീഷ്യൻ അക്വിഫയർ എന്ന് പറയുന്നത്. So when a well is drilled in a confined aquifer, the groundwater in it rises towards the surface of such a well is called artesian well. എന്ന് വെച്ചാൽ when a well is drilled in ഒരു കൺഫൈൻഡ് അക്വിഫയറിൽ നമ്മൾ വെല്ല് ഡ്രില്ല് ചെയ്തു എന്ന് വിചാരിക്കുക. The groundwater in it rise towards the surface of such a well. അതായത് ആ ഗ്രൗണ്ട് വാട്ടർ എന്താണ്? റൈസ് ചെയ്ത് ആ സർഫസിനെ റൈസ് ചെയ്ത് മുകളിലോട്ട് ടുവേർഡ്സ് ദി സർഫസ് ഓഫ് സച്ച് എ വെൽ ഈസ് കോൾഡ് എന്താണ്? ആർട്ടീഷ്യൻ വെൽ. ഓക്കെ, അവിടെ നിന്ന് റൈസ് ചെയ്യുന്ന അതിനെയാണ്, ആ വെല്ലിനെയാണ് നമ്മൾ വാട്ടർ അവിടെ നിന്ന് റൈസ് ചെയ്യും. സോ ആ വെല്ലിനെ നമ്മൾ എന്തെന്ന് പറയും? ആർട്ടീഷ്യൻ വെൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ദർ ഈസ് നോ നീഡ് ഓഫ് പമ്പിങ് ഇൻ ദീസ്. ഈ ആർട്ടീഷ്യൻ വെൽസിൽ എന്താണ്? പമ്പ് ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല. ഓക്കെ, കൺഫൈൻഡ് അക്വിഫയർ ഓൾറെഡി പ്രഷറിലാണ് ഇരിക്കുന്നത്. നമ്മളവിടെ വെല്ല് ഡ്രില്ല് ചെയ്യുകയാണെങ്കിൽ അടിയിലുള്ള പ്രഷർ കാരണം വാട്ടർ മുകളിലോട്ട് റൈസ് ചെയ്ത് വന്നോളും. ഓക്കെ, അപ്പോൾ ആ വെല്ലിനെ പറയുന്ന പേരെന്താണ്? ആർട്ടീഷ്യൻ വെല്ലെന്ന് പറയും. അവിടെ നമ്മൾ പമ്പിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, ഇതാണ് നമുക്ക് എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ ആർട്ടീഷ്യൻ വെല്ല് എവിടെയാണ്? കൺഫൈൻഡ് അക്വിഫയർ എവിടെയാണ്? ഓക്കെ, കൺഫൈൻഡ് അക്വിഫയർ എവിടെയാണ്? ഈ ബ്ലൂ കളർ കാണുന്നതാണ് കൺഫൈൻഡ് അക്വിഫയർ എന്ന് പറയുന്നത്. കൺഫൈൻഡ് അക്വിഫയറിലാണ് ഒരു വെല്ല് ബോർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വെല്ല് ഡ്രില്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് വാട്ടർ ടേബിൾ. ഓക്കെ, ലൈനാണ് വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺഫൈൻഡ് അക്വിഫയറിൽ നിന്ന് ഡ്രില്ല് ചെയ്യുന്ന വെല്ലിനെ എന്ത് പറയും? ആർട്ടീഷ്യൻ വെല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ അൺകൺഫൈൻഡ് അക്വിഫയറിൽ നിന്ന് വരുന്ന എന്താണ്? വാട്ടർ ടേബിൾ വെൽ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്താണ്? കൺഫൈൻഡ് അക്വിഫയറിൽ നിന്ന് നമ്മൾ ബോർ ചെയ്ത ഡ്രില്ല് ചെയ്ത വെല്ലിൽ നിന്ന് വാട്ടർ എങ്ങനെയാണ് ഫ്ലോയിങ്? ആർട്ടീഷ്യൻ വെൽ. വാട്ടർ ഇവിടെ നിന്ന് സ്പ്ലാഷ് ചെയ്ത് പുറത്തോട്ട് റൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
നമുക്ക് വേറെന്താ കാണാൻ പറ്റും? പേർച്ച്ഡ് വാട്ടർ ടേബിൾ എവിടെയാണ്? പേർച്ച്ഡ് വാട്ടർ ടേബിൾ വെല്ല് നമുക്ക് കാണാൻ പറ്റും. പേർച്ച്ഡ് അക്വിഫയർ നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, സോ ഇത് സെയിം ആണ്, വേറെ ഇതൊന്നുമില്ല. മറ്റേ ഫിഗർ തന്നെയാണ്, ഇത്രയും നേരം കണ്ട ഫിഗേഴ്സ് തന്നെയാണ്. എന്താണ് 2 ടൈപ്സ് ഓഫ് അക്വിഫയർ? എന്തൊക്കെയാണ്? ഗ്രൗണ്ട് വാട്ടർ ഉണ്ട് ഇവിടെ, അതുപോലെ അപ്പർ കൺഫൈനിങ് ലെയർ ഉണ്ട്, അതുപോലെ താഴെ ലോവർ കൺഫൈനിങ് ബെഡും ഉണ്ട്. ഓക്കെ, കൺഫൈൻഡ് ആർട്ടീഷ്യൻ അക്വിഫയറും ഉണ്ട്. ഓക്കെ, നമുക്ക് പഠിച്ച എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഫ്ലോയിങ് ആർട്ടീഷ്യൻ വെൽ എല്ലാം ഇതിലുണ്ട്. ഇത്രയാണ് അക്വിഫയറിനെ പറ്റി നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള അക്വിഫയർ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. നമുക്ക് പ്രോപ്പർട്ടീസും കാര്യങ്ങളും നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.